കോക്കോമലൻ തീമിലുള്ള ഒരു ബർത്ത്ഡേ ബാനർ ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡും ഗ്രീനും കളറാണ് എടുത്തിട്ടുള്ളത്. വേണേ നമുക്ക് ഒരു കളറും കൂടെ ആഡ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രീൻ കൂടെ ചേർത്ത് 3 വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 2 വെച്ച് ചെയ്തിട്ടുള്ളതിന്റെ മെഷർമെന്റ്സ് ഒക്കെയാണ് പറയാൻ പോകുന്നത്. ഞാൻ ഗ്രീൻ കളറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ 10 സെന്റിമീറ്റർ ആണ് ഞാൻ മുകൾ ഭാഗം എടുത്തിട്ടുള്ളത്. താഴത്തോട്ടുള്ള ഭാഗത്ത് ഞാൻ 14.5 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് 13 സെന്റിമീറ്റർ മതി. 1.5 സെന്റിമീറ്റർ മുകളിൽ ഞാൻ മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1.5 സെന്റിമീറ്റർ മുകളിൽ അളന്നിട്ട് ഞാൻ ആദ്യം തന്നെ മടക്കി വെക്കുന്നുണ്ട്. അത്യാവശ്യം വീതിയുണ്ട് ഈ 1.5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ. ഇത് മടക്കി വെക്കാൻ ഞാൻ ഇത്രയധികം വീതി എടുക്കാൻ കാരണം നമുക്ക് അതിന്റെ ഉള്ളിലൂടെ നൂലോ നമ്മൾ റിബണോ എന്താണ് ഹാങ് ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർത്തിടാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കാനൊക്കെ പറ്റും. അതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പശ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നൂലോ അല്ലെങ്കിൽ എന്താ നമ്മൾ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഇത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ താഴത്തുനിന്ന് ഞാൻ 4 സെന്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊരു ലൈൻ ആക്കി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുകൾ ഭാഗത്തുള്ള 10 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ അതിന്റെ സെന്റർ വരുന്നത് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ചെരിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. വരച്ചു കഴിയുമ്പോൾ നമുക്ക് നടുക്ക് കിട്ടുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ വരും. ഗ്രീൻ കളർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, മുകളിൽ 9 സെന്റിമീറ്റർ ആണ് ഉള്ളത്. നേരത്തെ പച്ച 10 ആയിരുന്നു. അപ്പൊ കറക്റ്റ് 1 സെന്റിമീറ്റർ കുറവ്. ഇവിടെ 12 സെന്റിമീറ്റർ ആണ് റെഡ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ഈ സൈഡ് 13 സെന്റിമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 1.5 സെന്റിമീറ്റർ നമ്മൾ മടക്കി വെക്കാനായിരുന്നു ഗ്രീനിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ പോലെ തന്നെ ഇവിടെ 4 സെന്റിമീറ്ററിന് എടുത്തിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെന്റർ വരുന്നത് 9 സെന്റിമീറ്റർ ആയതുകൊണ്ട് 4.5 വരയ്ക്കുന്നത്. പോയിന്റ് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെരിച്ചു വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ റെഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇതിന്റെ മുകളിൽ ഇപ്പോൾ ഗ്രീൻ കളർ കാണില്ല കേട്ടോ. അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി റെഡിന്റെ മുകൾ ഭാഗം. ഇനി നമ്മളിത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ കൊടുക്കാം. 1 സെന്റിമീറ്റർ ഡിഫറൻസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടായിരിക്കും. അപ്പൊ 2 സൈഡിലും 1/2 സെന്റിമീറ്റർ വെച്ച് കിട്ടും. അങ്ങനെ ആവശ്യമുള്ള അത്രയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ലെറ്റേഴ്സ് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നല്ല കളർ പേപ്പറിലൊക്കെ കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രിന്റ് എടുത്തിട്ടുള്ള ഇതിന്റെ ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ വൈറ്റ് വരുന്ന രീതിക്കാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ ലെറ്റേഴ്സും ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു റിബൺ ആണ് എടുത്തിട്ടുള്ളത്. അധികം കട്ടിയൊന്നും ഇല്ലാത്ത. എനിക്ക് ഒരൊറ്റ ലൈനിലായിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതേണ്ടത്. 2 ലൈൻ ആയിട്ടല്ല. അത് കാരണം ഞാൻ നടുക്കൊരു സെപ്പറേഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു വാട്ടർമെലനും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോക്കോമെലിന്റെ തീം ആയതുകൊണ്ടാണ് ഞാൻ വാട്ടർമെലൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം. പശ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. ഞാൻ ഇത്ര ചെറിയ
റിബൺ എടുക്കുന്നോണ്ട് തന്നെ എനിക്ക് അവിടെ റിബണിൽ ഒട്ടാത്ത രീതിക്കാണ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനൊരു ഡബിൾ സൈഡ് ടാപ്പാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ പശ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഒട്ടിക്കാം. അപ്പൊ ഇതിന്റെ അകത്തൊരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. നമ്മൾ 1.5 സെന്റിമീറ്റർ വീതിയിൽ കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നീക്കാൻ പറ്റും. അപ്പൊ നമ്മളെങ്ങാനും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണം എന്നുണ്ടെങ്കിൽ നീക്കാനും കൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും വീതിയിൽ കൊടുത്തിട്ടുള്ളത്. റിബണിനകത്ത് ലെറ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതുപോലെ വാട്ടർമെലൺ സെന്ററിൽ കൊടുക്കുകയാണ് വേണ്ടത്. ഹാപ്പി എന്ന് കഴിഞ്ഞിട്ടുള്ളടത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ കറക്റ്റ് ഏകദേശം 2 സൈഡിലും ആവശ്യത്തിന് റിബൺ ഉണ്ടല്ലോ എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് സെന്ററിലാണ് ഒട്ടിക്കുന്നത്. കാരണം ഈ വാട്ടർമെലൺ ഞാൻ ഡയറക്റ്റ് ഒട്ടിക്കാനാ പോകുന്നത്. പിന്നെ എനിക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഞാനത് കറക്റ്റ് നോക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തം കോക്കോമെലൺ തീമിലായിരുന്നു. ഈ ഹാപ്പി എന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ വാട്ടർമെലൺ വരും. പിന്നെ ബർത്ത്ഡേ എന്നാണ് ബാക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു വാൾ ഹുക്ക് വെച്ചിട്ടാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ സ്റ്റിക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചാടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്.